ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഞാനൊരു ടാറ്റു ചെയ്യാൻ പോണേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കുറേ നാളെ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് അതിന് ടൈം ഒത്തത്. അപ്പോൾ നമ്മുടെ ലച്ചുവിൻ്റെ ഒരു ബ്രദർ ഈ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി ചെയ്യാനൊരു പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണേണ്. അറിയില്ല എന്താവുമെന്ന്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ എന്തായാലും മേനകയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ലച്ചുവിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ എത്തും. അപ്പോൾ അവളുടെ ഒപ്പം ടാറ്റു അടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്കുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മേനകയിൽ എത്തിയിട്ട്, അതായത് ലച്ചു ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ഹോസ്റ്റൽ ജീവിതത്തിന് ശേഷം ലച്ചു ഒന്ന് വീട്ടിൽ വരാൻ പോകും. എങ്ങനെയുണ്ട്? ഒരു മാസം വലിയൊരു കാലയളവല്ലേ ഉത്സവം. ഉത്സവത്തിന് ഇവളുടെ വീട്ടിൽ പോയി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായി. പക്ഷെ ഇത് ഇറക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? അപ്പോൾ പോകാമല്ലോ അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കപ്പിളായിട്ട് ടാറ്റു അടിക്കാമെന്ന് കരുതിയല്ലേ. പിന്നെ ഇവള് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ ഒറ്റക്കടിക്കാലോ, ഒറ്റക്കടിച്ച് അടിക്കാലോ. എന്താവും എനിക്കറിയാൻ പാടില്ല. സൂചി ഇട്ട ചെറിയൊരു പേടി, ബാക്കിയൊന്നിനും പേടിയില്ലെങ്കിൽ ഒരു സൂചി എന്നാലും ചെറിയൊരു പേടി ഉണ്ടാവില്ല. നോക്കാം. ഇതൊക്കെ ഒരു ചലഞ്ചല്ലേ. സൂചി ചെറുതായിട്ട് പേടിയുണ്ട്, പക്ഷെ എന്നാലും ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മളടിക്കാൻ പോകുന്നു അല്ലേ? ഞാൻ പോവാ, കുടിച്ച് കഴിഞ്ഞെങ്കിൽ പോവാമല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടാ. അതാണ് ഷോപ്പ്, സോഫ്റ്റ് ടച്ച്. ഇതാണ് ലച്ചുവിൻ്റെ ബ്രദർ. വൈകി ഇവള് ലേറ്റ് ആയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ടാറ്റു ചെയ്യാൻ പോകും. നിങ്ങളുണ്ട്. ഞാനങ്ങനെ ടാറ്റു ചെയ്യാൻ പോകണം. ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. ഞാൻ ഈ ഒരു ടൈപ്പാണ് നോക്കണം. ഒരു ക്യാമറ, ആക്ഷൻ, പിന്നെ സൈഡിലൊരു പേനയും കൂടെ. അപ്പോൾ ആക്ഷൻ്റെ ഫോണ്ട് എനിക്കിതിലത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു സിനിമ റിലേറ്റഡ്, ക്യാമറ റിലേറ്റഡ്, പിന്നെ എഴുത്ത് റിലേറ്റഡ് എല്ലാം കൂടെ വരണമെന്നൊരു പ്ലാൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് ചെയ്യാമെന്ന് കരുതിയത്. എന്തായാലും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡിസൈൻ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്താലോ? ലച്ചു ചേട്ടെ. ഫ്രണ്ട്സ്, ഇവള് വന്നിക്കണത് എൻ്റെ ഞാൻ വേദന എടുക്കണ കാണാൻ വേണ്ടി ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം ഉണ്ടാവും. മോൾക്ക് അടിക്കൂല അല്ലേ? കൈ കാണിച്ചു കൊടുക്കാൻ ഇത് മതി മതി. കുറച്ച് ദ്രോം വെച്ച് ചേർത്ത എന്ത് പറ്റിയാലും കൺസെന്റ് സൈറ്റ് ചെയ്തോളൂ. അത് ചെയ്യുന്ന ആളുടെ വേണ്ട. ഞാൻ എഴുതിയ പോലെ കൈ വലിക്കരുത് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഇവളെ ഞാൻ കരയണ നിൽക്കുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വിചാരിച്ചത്ര പെയിനൊന്നുമില്ല കേട്ടോ. ഞാൻ കരയണ കാണാൻ വന്നിരുന്ന ആളതേ വിഷമത്തോടിരിപ്പുണ്ട്.
സീനൊന്നുമില്ല, ഒരു ചെറിയൊരു പെയിൻ ഉണ്ട്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പെയിനാണ്. ഇത്രയും വേദന കുറവായിരിക്കും എന്ന് കരുതിയില്ല. എന്തായാലും കൊള്ളാം. Some treatment for cramps. Got to refocus now. സെക്കൻഡ് സൂചി ആഡ് ചെയ്തിട്ടുണ്ട്. Ravi and KB, Akshay showing exactly why he's rated so highly with the bat. Doing exactly what was asked of him, coming ahead of KL Rahul, Ravindra Jadeja. That left-right combination unsettled the opposition, unsettled the spinners. Brilliant shot. Brilliant from Shubman Gill this time. But he's struggling there with cramps. He's just holding up there. Punching away at the hamstrings. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടാറ്റു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പറയാനുണ്ട് കപ്പോത്തൊക്കെ ആക്കിയിട്ടിരിക്കും. ഈ സംഭവം ഓക്കെ സെറ്റായില്ലേ? കാണിച്ച് ഇപ്പോൾ ഇവിടുത്തെ ടാറ്റൂടെ പരിപാടി കഴിഞ്ഞ് സോഫ്റ്റ് ടച്ചാണ് കടയുടെ പേര്. നമ്മുടെ മേനകയിലാണ് പറയാം അപ്പൊ ഓക്കെ ടാറ്റു അടിച്ച ആള്. ഒരുപാട് വർക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഈ പ്രോയുടെ പേരെന്താ? അബി. ആ, അപ്പം സെറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ടാറ്റു ഒക്കെ അടിക്കണമെങ്കിൽ ഇതൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്പർ താഴെ കൊടുത്തേക്കാം. പോകാൻ നോക്കണം. അപ്പോൾ ടാറ്റു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ ഈ റഹ്മാനിയ ഹോട്ടലുണ്ട് മേനക, അതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് കേട്ടോ.